Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 5 മാർക്സ് ആണ് തെർമോഡൈനാമിക്സിൽ വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ്, അതായത് ഡെറിവേഷൻ അടക്കം വരുന്ന എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ചാപ്റ്റേഴ്സ്, കൈനറ്റിക് തിയറി, ഓസിലേഷൻസ്, വേവ്സ്, ഇത്രയും ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് വരാൻ പോകുന്നത്. മാത്രമല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. The first question is, what do you mean by thermal equilibrium? എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സിസ്റ്റം, അതായത് സിസ്റ്റം സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഒരു ടേംസ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പൊ എന്താണ് ഒരു സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും? ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഉണ്ടാവും. മാത്രമല്ല ഇപ്പൊ നമ്മളൊരു ഈ ഒരു റൂം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൂം, അതായത് ദാറ്റ് ഷുഡ് ബി ബൗണ്ടഡ് ബൈ സം ക്ലോസ്ഡ് സർഫസ്, അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ആസ് എ റൂം എന്ന് പറഞ്ഞാൽ ഇതിനെ ഫുൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് എന്താണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അതിനെ നമുക്കൊരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് വിൽ ബി ബൗണ്ടഡ് ബൈ സം ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം ഒരു കേസിന് ആ ഒരു ടേം ആണ് എന്ത് പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സറൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം, അതായത് സിസ്റ്റത്തിന് പുറത്തുള്ളത് എന്താണോ ദാറ്റ് വിൽ ബി ഹാവിങ് എ ഡയറക്റ്റ് എഫക്ട് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അതായത് ആ സിസ്റ്റത്തിന്റെ ബിഹേവിയറിൽ എന്തുണ്ടാവും? ഇതിന് ഡയറക്റ്റ് ആയിട്ട് ദാറ്റ് വിൽ അഫക്ട്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സറൗണ്ടിങ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് അതിനെ നമുക്കൊരു സിസ്റ്റം ആയിട്ട് എടുക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിലിണ്ടറിനകത്ത് നമ്മൾ ഗ്യാസ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മളൊരു പിസ്റ്റൺ വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ആ ഒരു സിലിണ്ടർ വിച്ച് ഈസ് എൻക്ലോസ്ഡ് വിത്ത് എ ഗ്യാസ്. ഓക്കെ, അതിലൊരു പിസ്റ്റൺ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ഔട്ട്സൈഡ് വരുന്ന പോർഷൻ എന്തായിട്ട് പറയാൻ പറ്റും? സറൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം സിസ്റ്റം എന്ന് പറയുമ്പോൾ. ഇനി when we can say that a system is in തെർമൽ ഇക്വിലിബ്രിയം, എപ്പോഴാണ് ആ ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ പറയാം? എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സെൽഫ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. സെയിം ടെമ്പറേച്ചറിലാണ്, ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ നമുക്ക് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇനി സ്റ്റേറ്റ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആണ്, പഠിക്കാനും മനസ്സിലാക്കാനും വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോ എന്താണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ടു സിസ്റ്റംസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം. അതായത് സപ്പോസ് നമ്മളടുത്ത് രണ്ട് സിസ്റ്റംസ് ഉണ്ട്, എ ആൻഡ് ബി. ഓക്കെ, ഇവ രണ്ടും സെപ്പറേറ്റ്ലി ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം. അതായത് എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് സി ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ എ ആൻഡ് ബി വിൽ ബി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. അതായത് സപ്പോസ് ടു സിസ്റ്റംസ്, അതായത് എ ആൻഡ് ബി. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ടി എ ഇസ് ഈക്വൽ ടു ടി സി ആയിരിക്കും. അതേപോലെ തന്നെ ടി ബി ഇസ് ഈക്വൽ ടു ടി സി ആണ്. അതായത് എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് തേർഡ് സിസ്റ്റം, അതായത് സിയോടെ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ എയും ബിയും എങ്ങനെയായിരിക്കും? പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതിനെയാണ് നമ്മൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയാം. അതായത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് two systems in thermal equilibrium with a third system separately are in thermal equilibrium with each other. അതായത് if TA is equal to TC and TB is equal to TC, അതായത് രണ്ടും സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവ എന്തായിരിക്കും?
they will be both separately in thermal equilibrium with each other. That is TA is equal to TB ആയിരിക്കും. അപ്പൊ ഈ തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ളതുകൊണ്ട് എന്ത് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ, അതായത് ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് ടി എ ഇസ് ഈക്വൽ ടു ടി സി ആണ്, ദെൻ ടി ബി ഇസ് ഈക്വൽ ടു ടി സി ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ടി എ ഇസ് ഈക്വൽ ടു ടി ബി ആയിരിക്കും എന്ന് പറയുന്നത്. That is called zeroth law of thermodynamics. Okay, അതായത് zeroth law of thermodynamics states that two systems in thermal equilibrium with the third system separately are in thermal equilibrium with each other എന്നുള്ളതാണ്. ഇനി സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ഈസ് പാർട്ട്ലി യൂസ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് ദ റെസ്റ്റ് ഈസ് യൂസ് ടു ഡു വർക്ക് ഓൺ ദി എൻവയോൺമെന്റ്. അതായത് ഇപ്പൊ നമ്മളൊരു സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാണ്, ആ സിസ്റ്റത്തിലേക്ക് കുറച്ച് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അത് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ കൊടുക്കുന്ന ഹീറ്റ് എനർജി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനാണ് അല്ലെ. ഒരു സിസ്റ്റത്തിന് ഹീറ്റ് എനർജി കൊടുക്കുന്ന സമയത്ത് അത് അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു ഓർ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്തു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് സമയത്ത് എന്ത് സംഭവിക്കും, അവിടെ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു വർക്ക് ചെയ്യണം, തനിയെ എക്സ്പാൻഡ് ചെയ്യില്ല അല്ലെ. ഇപ്പൊ ഒരു നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഒരു സിലിണ്ടർ ആണ്, അതിലൊരു മൂവബിൾ പിസ്റ്റൺ ആണ് വെച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് കാരണം എന്ത് സംഭവിക്കും, അത് എക്സ്പാൻഡ് ചെയ്യും. അതായത് അവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ തനിയെ എക്സ്പാൻഷൻ സംഭവിക്കില്ല അല്ലെ. അപ്പൊ ആ എക്സ്പാൻഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം വർക്ക്. അപ്പൊ എന്ത് പറയാം, നമ്മൾ കൊടുക്കുന്ന എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം ഓർ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാം, പ്ലസ് ഇറ്റ് ഈസ് ഡൂയിങ് എ വർക്ക്. അപ്പൊ അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാം, ദ ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ഈസ് partly used to increase the internal energy of the system and rest is used to do work on the environment. അതായത് Q എന്നുള്ളതാണ് നമ്മൾ ഹീറ്റ് എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ടേംസ് ഒന്ന് ഓർത്തിരിക്കണം. Q എന്ന് പറയുന്നതാണ് ഹീറ്റ് എനർജി, U is the internal energy and W is the work done. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി, ദാറ്റ് ഈസ് ഡെൽറ്റ യു പ്ലസ് എന്താണ്, വർക്ക് ഡൺ ആണ്. സോ പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയാം. സോ ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ദ ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം is partly used to increase the internal energy of the system and rest is used to do work on the environment. That is delta Q is equal to delta U plus delta W. അപ്പൊ ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നുള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഇക്വേഷനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തത്, അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കാം. അതായത് ഇപ്പൊ ഒരു സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യും, ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും അല്ലെ. ആ എക്സ്പാൻഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജി ക്യൂ ആണ്, അപ്പൊ അതിനൊരു എക്സ്പാൻഷൻ ഉണ്ടാവുന്നുണ്ട്. അവിടെ എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം വർക്ക്. ആ വർക്ക് എങ്ങനെ കാണാൻ പറ്റും, ഡബ്ല്യു is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ, എഫ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഇനി ആ ഫോഴ്സിനെ നമുക്കൊന്ന് പ്രഷറിന്റെ ടേംസിൽ എഴുതി നോക്കിയാലോ. പി is equal to ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് എഫ് is equal to പി ഇൻറ്റു എ എന്ന് എഴുതാലോ. അപ്പൊ ഇക്വേഷൻ എന്തായി മാറും, ഡബ്ല്യു is equal to പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഇനി ഏരിയ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ അത് വോളിയം അല്ലേ, ചേഞ്ച് ഇൻ വോളിയം അല്ലേ. സോ ഡബ്ല്യു ക്യാൻ ബി റിട്ടൺ ആസ് പി ഇൻറ്റു ഡെൽറ്റ വി. അപ്പൊ നമുക്ക് ഡബ്ല്യുവിന് പകരം ഓർ ഡെൽറ്റ ഡബ്ല്യുവിന് പകരം എന്ത് എഴുതാൻ പറ്റും, പി ഇൻറ്റു ഡെൽറ്റ വി എന്നും കൂടെ എഴുതാം. അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ആണ്, ഫസ്റ്റ് ലോയുടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ആണ്. സോ ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഇക്വേഷനും കൂടി ഒന്ന് പഠിച്ചിരിക്കുക. പി ഇൻറ്റു ഡെൽറ്റ വി ആണ്, പി ഇസ് ദ പ്രഷർ, ഡെൽറ്റ വി മീൻസ് ചേഞ്ച് ഇൻ വോളിയം ആണ്. ഓക്കെ, the next question is, first law of thermodynamics is in accordance with law of conservation of dash. The first law of thermodynamics is in accordance with law of conservation of dash. എന്താണ്, എനർജി അല്ലെ.
Next question is derive the relation connecting Cp and Cv or derive Mayer's relation. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതായത് സിപിയും സിവിയും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ മേയേഴ്സ് റിലേഷൻ എന്നാണ് അതിനെ പറയുന്നത്. എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് കെമിസ്ട്രിയിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും നമുക്കൊരു ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് പറയാം. ഓക്കെ, എന്താണ് Cp എന്ന് പറയുന്നത്, അതുപോലെ തന്നെ എന്താണ് Cv. Cv എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിനെയാണ് നമ്മൾ Cv എന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Cv എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് ത്രൂ 1 കെൽവിൻ. അതായത് ഒരു മോൾ ഗ്യാസിനെ അതിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എത്ര ഹീറ്റ് എനർജിയാണോ കൊടുക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും, ആ കേസിനെയാണ് എന്ത് പറയുന്നത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എത്രയാണോ, ഇപ്പൊ ഒരു അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഹീറ്റ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷനെ? Cv is equal to ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആയതുകൊണ്ട് അറ്റ് വി എന്ന് എഴുതാം. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. ഇനി ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ യുവിന് ഈക്വൽ ആണ് അല്ലെ. അതായത് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, മാത്രമല്ല അതായത് ഇന്റേണൽ എനർജിയാണ് യു. ഇന്റേണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനു മാത്രമാണ്? ടെമ്പറേച്ചറിനെ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉണ്ടാവുന്ന വി എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റിന് എന്ത് ചെയ്യാം? ഒമിറ്റ് ചെയ്യാം. ഓക്കെ, അതിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? Cv is equal to ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് വി എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? Cv is equal to ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് Cvയുടെ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്താണ്? Cv is equal to ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് അടുത്തത് കാണേണ്ടത് എന്താണ്? Cp ആണ്. Cp എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് ത്രൂ 1 കെൽവിൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതായത് കോൺസ്റ്റന്റ് പ്രഷറിൽ 1 മോൾ ഓഫ് എ ഗ്യാസിനെ, അതായത് 1 മോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയാണ്. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? Cp is equal to ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് പി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അതായത് ഡെൽറ്റ ക്യൂവിന് ഒരു ഇക്വേഷൻ എഴുതണം. സോ ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ആണ്. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡെൽറ്റ ക്യൂവിന്റെ സ്ഥാനത്ത്. അപ്പൊ എന്തായിട്ട് മാറും ഇക്വേഷൻ? Cp is equal to delta u by delta t at p plus p into delta v by delta t at p എന്ന് എഴുതാം അല്ലെ. ഇനി യു ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനു മാത്രമാണ്? ടെമ്പറേച്ചർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സബ്സ്ക്രിപ്റ്റ് ഒഴിവാക്കാം, p ഒഴിവാക്കാം. സോ Cp will be equal to delta u by delta t plus p into delta v by delta t at p ആണ്. ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇതിനകത്ത് നമ്മൾ മറ്റൊരു ചെറിയൊരു ചേഞ്ച് കൂടെ വരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. Pv is equal to RT ആണ്. ഇവിടെ എന്നെ നമ്മൾ 1 ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ Pv is equal to RT എന്ന് എഴുതാം. Now we can differentiate the equation with respect to temperature taking pressure as constant. അപ്പൊ എന്ത് ചെയ്യാം? P outside എടുക്കാം. So P into delta V by delta T at P എന്ന് എടുക്കാൻ കാരണം പ്രഷർ കോൺസ്റ്റന്റ് ആണ്. That is equal to R എന്ന് വരും അല്ലെ. അപ്പൊ അതില് നമ്മളിപ്പോ സെക്കൻഡ് ഇക്വേഷനകത്ത് P into delta V by delta T at T എന്ന് പറയുന്ന ടേമിന് പകരം എന്ത് എഴുതാം? R എന്ന് എഴുതാലോ. അപ്പൊ ഇക്വേഷൻ എന്തായി മാറും? സെക്കൻഡ് ഇക്വേഷൻ ബിക്കം Cp is equal to delta U by delta T plus R എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രം ഇക്വേഷൻ 1, ഫസ്റ്റ് ഇക്വേഷനകത്ത് നമ്മൾ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടിക്ക് പകരം എന്താ എഴുതാൻ പറ്റും? Cv എന്ന് എഴുതാലോ. അതൊന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ Cp is equal to Cv plus R എന്ന് എഴുതാം. ഓർ Cp minus Cv will be equal to R ആണ്. സോ ദിസ് is called Mayer's relation or the relation between Cp and Cv. Cp minus Cv is equal to R എന്നുള്ളതാണ് നിങ്ങൾ ഓൾറെഡി കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള. നിങ്ങൾ അവിടെ പഠിക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് പഠിച്ചിരിക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെറിവേഷൻ ആണ്. Cp minus Cv is equal to R എന്ന റിലേഷനും ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is Cp is always greater than Cv. Why? എന്തുകൊണ്ടാണ് Cp എപ്പോഴും ഗ്രേറ്റർ ആവുന്നത്? Cvയേക്കാൾ ഗ്രേറ്റർ ആവാനുള്ള റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി സപ്പോസ് വി ഹീറ്റ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം
അപ്പൊ എന്താ സംഭവിക്കുന്നത്? വോളിയം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്റ്റേണൽ വർക്കിന്റെ ആവശ്യമില്ല അല്ലെ, ദർ വിൽ ബി നോ എക്സ്പാൻഷൻ. അതുകൊണ്ട് തന്നെ എൻറ്റയർ ഹീറ്റ് വിൽ ബി യൂസ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ആണ്. അപ്പോൾ when a gas is heated at constant volume, the entire heat will be used to increase the internal energy of the gas. But when the gas is heated at constant pressure, what will happen? Constant pressure ലാണെന്നുണ്ടെങ്കിൽ there will be expansion അല്ലേ. So heat is used to increase the internal energy and also to do external work during expansion. അപ്പൊ എക്സ്പാൻഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ വർക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന കേസിൽ എന്ത് നടക്കും? അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജി വിൽ ബി യൂസ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ആൻഡ് ഓൾസോ ടു ഡു ദ എക്സ്റ്റേണൽ വർക്ക് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് Cp is always greater than Cv. Now we have next question. What are thermodynamic state variables? എന്താണ് thermodynamic state variables? ഇപ്പൊ thermodynamics എന്ന് പറയുന്നത് എന്താണ്? ഒരു മാക്രോസ്കോപ്പിക് സയൻസ് ആണ് അല്ലെ. അത് പ്രോപ്പർട്ടീസ്, അതായത് ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് that will be in terms of few macroscopic variables. അതായത് ചില മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിന്റെ പ്രോപ്പർട്ടീസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് every equilibrium state of a thermodynamic system is completely described by specific values of some macroscopic variables. അതായത് ഒരു equilibrium state of thermodynamic system എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be some specific values of macroscopic variables. Macroscopic variablesന്റെ ചില specific values ആവശ്യമാണ്. These are called thermodynamic state variables. So I will repeat. Every equilibrium state of a thermodynamic system is completely described by specific values of some macroscopic variables. അതായത് ചില macroscopic variables എന്ന് പറഞ്ഞാൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്, അതുപോലെ അങ്ങനെയുള്ള എൻട്രോപ്പി, എൻതാൽപ്പി, അങ്ങനെയുള്ള ചില വേരിയബിൾസ്, അതാണ് മാക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റിനാണ്. അതായത് ദീസ് ആർ കോൾഡ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്. നെക്സ്റ്റ് ഈസ് വാട്ട് ഡു യു മീൻ ബൈ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്? എന്താണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് വേരിയബിൾസ് ഓഫ് എ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്ന സ്റ്റേറ്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഫോർ എ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? PV = μRT എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എങ്ങനെ പറയാം നമുക്ക്? അതായത് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് വേരിയബിൾസ് ഈസ് കോൾഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ എൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? PV = μRT എന്നുള്ളതാണ്. ഇനി വാട്ട് ആർ എക്സ്റ്റെൻസീവ് വേരിയബിൾസ്? രണ്ട് തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട്, എക്സ്റ്റെൻസീവ് വേരിയബിൾസ് ആൻഡ് ഇന്റൻസീവ് വേരിയബിൾസ് ആണ്. അപ്പോൾ വാട്ട് ആർ എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ തെർമോഡൈനാമിക് വേരിയബിൾസ് വിച്ച് ഇൻഡിക്കേറ്റ് ദ സൈസ് ഓഫ് ദ സിസ്റ്റം ആർ കോൾഡ് എക്സ്റ്റെൻസീവ് വേരിയബിൾസ്. അതായത് സൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് എന്ത്? എക്സ്റ്റെൻസീവ്. ഇപ്പോൾ ഇന്റേണൽ എനർജി, വോളിയം, മാസ് എന്നൊക്കെ പറയുന്നത് എക്സ്റ്റേണൽ വേരിയബിൾസ് ആണ്. എന്നാൽ വാട്ട് ആർ ഇന്റേണൽ വേരിയബിൾസ് എന്ന് വെച്ചാലോ? ദ തെർമോഡൈനാമിക് വേരിയബിൾസ് വിച്ച് ഡു നോട്ട് ഇൻഡിക്കേറ്റ് ദ സൈസ് ഓഫ് ദ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിന്റെ സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്തതാണ് ഇന്റൻസീവ് വേരിയബിൾസ്. ഇപ്പൊ പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, അതൊക്കെ എന്താണ്? ഇന്റൻസീവ് വേരിയബിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്? എന്താണ് ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്നുള്ളത്? അപ്പൊ അതൊരു തെർമോഡൈനാമിക് പ്രോസസ് ആണ്. അതായത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്, അഡയബാറ്റിക്, ഐസോബാറിക്, ഐസോകോറിക് ആൻഡ് സൈക്ലിക് പ്രോസസ്, ഇതെല്ലാം തെർമോഡൈനാമിക് പ്രോസസ്സസ് ആണ്. അപ്പൊ ഇതില് എന്താണ് ഒരു പ്രോസസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ചേഞ്ച് ഉണ്ടാവണം. അതായത് ദർ ഷുഡ് ബി എ ചേഞ്ച് ഫോർ എ വേരിയബിൾ. അതായത് ഒരു സ്റ്റേറ്റ് വേരിയബിളിന് അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസിനും ചേഞ്ച് ഉണ്ടാവുന്ന ഒരു സിസ്റ്റം, എ പ്രോസസ് ഇൻ വിച്ച് എനി ഓർ ആൾ ദി സ്റ്റേറ്റ് വേരിയബിൾസ് ഓഫ് ദ തെർമോഡൈനാമിക് സിസ്റ്റം വേരി വിത്ത് ടൈം ഈസ് കോൾഡ് എ തെർമോഡൈനാമിക് പ്രോസസ്. അതായത് ടൈം മാറുന്നതിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു വേരിയബിളിന് അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസിനും എന്തുണ്ടായിരിക്കണം? ചേഞ്ച് ഉണ്ടാവണം. അങ്ങനത്തെ ഒരു കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. അപ്പൊ ഒരു ക്വാസി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നിയർലി സ്റ്റാറ്റിക് ആണ്. നിയർലി എന്താണ്? ഏകദേശം അത് എങ്ങനെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ഇരിക്കുന്നത് പോലത്തെ ഒരു പ്രോസസ് ആണ്. ഓക്കെ, ഇനി ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ്ലി സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആണ്. സച്ച് ദാറ്റ് ദ സിസ്റ്റം ആൻഡ് ദ
സറൗണ്ടിങ്സ് റിമെയിൻസ് ദ സെയിം. അതായത് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എപ്പോഴും എന്തായിരിക്കും, അവ ഏകദേശം സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ദാറ്റ് വിൽ ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വിത്ത് ദ സറൗണ്ടിങ്സ് ആയിരിക്കും. അത്തരം ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുക. അപ്പോൾ ദ നെയിം ക്വാസിസ്റ്റാറ്റിക് മീൻസ് നിയർലി സ്റ്റാറ്റിക് ആണ്. ദെൻ എ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ഈസ് എൻ ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ്. വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സച്ച് ദാറ്റ് ദ സിസ്റ്റം റിമെയിൻസ് ഇൻ തെർമൽ ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയത്തിലും അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലുമായിരിക്കും എന്ത് സിസ്റ്റം നിൽക്കുന്നത്, വിത്ത് ദ സറൗണ്ടിങ് ത്രൂ ഔട്ട്. ഇനി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ് ദാറ്റ് ആർ സഫിഷ്യന്റ്ലി സ്ലോ and do not involve accelerated motion of the piston, large temperature gradient etc. അതായത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. അവിടെ എന്തുണ്ടാവില്ല, ആക്സിലറേറ്റഡ് മോഷനും അതുപോലെ തന്നെ ലാർജ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഒന്നും ഇല്ലാത്ത പ്രോസസ് ആയിരിക്കും എന്ത് ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സസ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ് ആണ്, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതാണ്. അതായത് ടൈപ്സ് ഓഫ് പ്രോസസ് തന്നിട്ടുണ്ട്, അവയുടെ ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഓക്കെ, ഒരു പ്രോസസ്സിനകത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതെർമൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ആണ്. അതായത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ എന്ന് ആണ് നമ്മൾ പറയുന്നത്. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലെ. അപ്പൊ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇന്റേണൽ എനർജി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. സോ ഇന്റേണൽ എനർജി ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ പി ഇൻറ്റു ഡെൽറ്റ വി എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. അതായത് ഹീറ്റ് എനർജി കംപ്ലീറ്റ്ലി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, അവിടുത്തെ വർക്ക് ഡണ്ണിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഡെൽറ്റ ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത കേസ് പറഞ്ഞാല് ഐസോബാറിക് പ്രോസസ് ആണ്. അവിടെ പ്രഷർ ആണ് കോൺസ്റ്റന്റ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നിടത്ത് പ്രഷർ ആയിരിക്കും ആ പ്രോസസ്സിലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ കേസിൽ എന്ത് സംഭവിക്കും, ഡെൽറ്റ ക്യൂവിന് എന്ത് സംഭവിക്കും, ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് അല്ലെ. കാരണം എന്താണ്, അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് അവിടെ എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യും, ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും ഒപ്പം തന്നെ വർക്ക് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യും. സോ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അത് ഫസ്റ്റ് ലോയുടെ സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മറക്കാതിരിക്കുക. അതായത് ഐസോബാറിക് പ്രോസസ്സിന്റെ കേസിൽ. ഇനി ഐസോകോറിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, വർക്ക് ഡൺ 0 ആയിരിക്കും. സോ ഡെൽറ്റ വി 0 എന്ന് പറയുമ്പോൾ അവിടുത്തെ പി ഇൻറ്റു ഡെൽറ്റ വി 0, അതായത് വർക്ക് ഡൺ 0 ആണ്. സോ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു ആണ് ഇൻ ദ കേസ് ഓഫ് ഐസോകോറിക് പ്രോസസ്. വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഡെൽറ്റ ക്യൂ 0 ആയിരിക്കും. ഡെൽറ്റ ക്യൂ 0 ആയി കഴിഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു എന്തിന് ഈക്വൽ ആയിരിക്കും, മൈനസ് ഡെൽറ്റ യുവിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ കോളം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. 4 പ്രോസസ്സസ് ആണ് പറഞ്ഞത്, ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക് ആൻഡ് അഡയബാറ്റിക്. ഓക്കെ, സോ തെർമലിനകത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കും. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വർക്ക് ഡൺ, അതായത് ഇന്റേണൽ എനർജി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ആണ്. ദെൻ ഐസോബാറിക് ആവുന്ന സമയത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇക്വേഷൻ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഐസോകോറിക് ആവുന്ന സമയത്ത് വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ ദർ ഇസ് നോ വർക്ക് ഡൺ. സോ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു. ദെൻ അഡയബാറ്റിക് ആവുമ്പോൾ നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ് ആണ്. സോ ഡെൽറ്റ ക്യൂ is equal to 0, therefore delta W is equal to minus delta U. Next question is write the equation of state for an isothermal process. അതായത് ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിലുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് അറിയാലോ അല്ലെ. പി വി ഈക്വൽ ടു എൻ ആർ ടി അല്ലെങ്കിൽ പി വി ഈക്വൽ ടു മ്യൂ ആർ ടി എന്നുള്ളതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി അവിടെ മ്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ദെൻ ഹിയർ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ടി എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, പി വി is equal to കോൺസ്റ്റന്റ് എന്ന് എഴുതാം. അതാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ എൻ ഐസോതെർമൽ പ്രോസസ്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം, പി വി is equal to കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇനി അഡയബാറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിലോ,
അഡയബാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? ദർ വിൽ ബി നോ ഹീറ്റ് ചേഞ്ച് അല്ലെ. അഡയബാറ്റിക് ആകുമ്പോൾ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത്തരം ഒരു സിസ്റ്റത്തിന്റെ കേസിൽ ഉണ്ടാവുന്ന സ്റ്റേറ്റ്, അതായത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എങ്ങനെ കാണാൻ പറ്റും? പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. അതായത് പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അടുത്തതൊരു ചെറിയൊരു ഡെറിവേഷൻ ആണ്. ഡിറൈവ്ഡ് എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ബൈ എൻ ഐഡിയൽ ഗ്യാസ് ഡ്യൂറിങ് എൻ ഐസോതെർമൽ പ്രോസസ്. അതായത് ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഡെറിവേഷൻ ഒരുപാട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ എന്തായാലും ഒന്ന് പഠിച്ചിരിക്കുക. ചെറിയ ഡെറിവേഷൻ ആണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു കാര്യമാണ് അല്ലെ. ഈ വർഷം നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിക്കുന്നില്ല മാത്സിൽ, അടുത്ത വർഷമാണ് നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ള ഒരു പോയിന്റ് മാത്രം, ഒരു ഇക്വേഷൻ മാത്രം അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് വർക്ക് ഡൺ കാണുക എന്നുള്ളത് നോക്കി നോക്കാം. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഐസോതെർമൽ പ്രോസസ് ആണ്. അപ്പൊ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടാവും, അതായത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വോളിയം ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു വർക്ക് ചെയ്യണം. സോ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ വോളിയം ബൈ എൻ എമൗണ്ട് ഡി വി എന്ന് പറയുന്ന ഒരു വോളിയം, അതായത് ഡി വി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വോളിയാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ നേരത്തെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ പറഞ്ഞതാണ് അല്ലെ. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി എന്നുള്ളത് പറഞ്ഞതാണ്. ചെറിയ ഒരു വോളിയം മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അതിനു വേണ്ടി ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി ആണ്. ഇനി ടോട്ടൽ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ വോളിയം ഫ്രം V1 to V2 ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത് അല്ലെ. ടോട്ടൽ വർക്ക് ഡൺ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് ഇന്റഗ്രൽ V1 to V2 പി ഡി വി കണ്ടാൽ മതി. അതായത് V1 മുതൽ V2 വരെ അതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം, അതായത് പി ഡി വി എന്ന് പറയുന്ന ഇക്വേഷനെ. ഇനി നമ്മളിവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് പിക്ക് ഒരു ഇക്വേഷൻ കൊടുക്കണം, അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ആണ്. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പൊ അതുകൊണ്ട് പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി വെച്ചുകൊണ്ട് നമുക്ക് പിക്ക് ഒരു ഇക്വേഷൻ എഴുതാലോ. പി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ബൈ വി എന്നുള്ളതാണ്. അത് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്തായി മാറി ഇക്വേഷൻ? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2 മ്യൂ ആർ ടി ബൈ വി ഇൻറ്റു ഡി വി. വേറെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ജസ്റ്റ് പിക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അതിനകത്ത് കോൺസ്റ്റൻസിനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഏത് ഫംഗ്ഷനിലാണ്? വോളിയത്തിന്റെ ടേംസിലാണ് അല്ലെ. അപ്പൊ വോളിയം ഒഴികെ ബാക്കി വരുന്ന ടേംസ് എല്ലാം കോൺസ്റ്റൻസ് എല്ലാം പുറത്തെടുക്കാം. അവിടെ മ്യൂ ആർ ടി ഇവ മൂന്നും കോൺസ്റ്റന്റ് ആണ്. ടി കോൺസ്റ്റന്റ് ആയത് എന്തുകൊണ്ടാണ്? ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ടാണ്. മ്യൂവും ആറും എന്താണ്? ഓൾറെഡി കോൺസ്റ്റൻസ് ആണ്. അപ്പൊ അവയും മൂന്ന് നമ്മൾ ഔട്ട്സൈഡ് ദ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താ എഴുതാം? ഇന്റഗ്രൽ V1 to V2 1 by V dv എന്ന് എഴുതാം. ഇനിയാണ് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. ഇന്റഗ്രൽ 1 by V dv എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 1 by x dx ന് ഈക്വൽ ആണ് അല്ലെ. ഇന്റഗ്രൽ 1 by x dx എന്ന് പറയുന്നത് ലോഗ് ടു ദ ബേസ് ഇ എക്സ് എന്നുള്ളതാണ്. അതായത് രണ്ട് തരത്തിലുള്ള ലോഗരിതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ലേ. നാച്ചുറൽ ലോഗ് ഉണ്ട്, അതേപോലെ ലോഗ് ടു ദ ബേസ് 10 ആയിട്ടുള്ള ലോഗരിതം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് ലോഗ് ടു ദ ബേസ് ഇ എക്സ് ആണ്, അതായത് നാച്ചുറൽ ലോഗരിതം എന്ന് പറയും. അതിനെ ln എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. 1 by x dx ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എക്സ് എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമ്മൾ ln എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്? 1 by v dv ആണ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് എന്ത് എഴുതാം? ln v എന്ന് എഴുതാം. ln എന്ന് വായിക്കുന്നത് എന്താണ്? നാച്ചുറൽ ലോഗ് ആണ്. ഓക്കെ, ln എന്നാണ് അത് വായിക്കുന്നത്. നാച്ചുറൽ ലോഗ് v ആണ്. വിത്തിൻ ദ ലിമിറ്റ് V1 to V2 അത്രയാണ് അവിടെ ചെയ്യേണ്ടുള്ളൂ. മ്യൂ ആർ ടി കോൺസ്റ്റന്റ് അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. നാച്ചുറൽ ലോഗ് വി വിത്തിൻ ദ ലിമിറ്റ് V1 to V2. ഇനി ലിമിറ്റ് ഉള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് ലിമിറ്റ് കാണാറുള്ളത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അതായത് മ്യൂ ആർ ടി ഇൻറ്റു നാച്ചുറൽ ലോഗ് V2 മൈനസ് നാച്ചുറൽ ലോഗ് V1 ആണ്. ഇനി മറ്റൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലോഗരിതത്തിന്റെ കേസിൽ ലോഗ് എ മൈനസ് ലോഗ് ബി. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവൂല്ലേ. അത് എങ്ങനെ എഴുതാൻ പറ്റുക? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? ഡബ്ല്യു ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ഇൻറ്റു നാച്ചുറൽ ലോഗ് V1 V2 by V1 എന്ന് എഴുതാം. ഓക്കെ, W is equal to mu RT natural log V2 by V1. നമുക്ക് കിട്ടുന്ന വർക്ക് ഡൺ എന്താണ്? ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ NRT ഇൻറ്റു നാച്ചുറൽ ലോഗ് V2 by V1. ഇതിനെ തന്നെ നമുക്ക് ഈ നാച്ചുറൽ ലോഗിനെ മാറ്റിയിട്ട് അതായത് ലോഗ് ടു ദ ബേസ് 10 ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? W is equal to 2.303 ഇൻറ്റു NRT ഇൻറ്റു ലോഗ്. അപ്പൊ ഈ നാച്ചുറൽ ലോഗ് മാറിയിട്ട് എന്താവും? ലോഗ് V2 by V1 എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ ഇക്വേഷൻ
ഇക്വേഷൻ ആവശ്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലാസ്റ്റ് ഇക്വേഷൻ ഒന്ന് പഠിച്ചിരിക്കുക. അതായത് W is equal to 2.303 into nRT into log V2 divided by V1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് രണ്ട് പ്രോസസ്സസ് ആണ്. തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഐസോതെർമൽ പ്രോസസ്സും അഡയാബാറ്റിക് പ്രോസസ്സുമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ ഐസോതെർമലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഇന്റേണൽ എനർജി അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. സോ ഡെൽറ്റ യു 0 ആയതുകൊണ്ട് ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ആണ്. ഇനി ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? കംപ്ലീറ്റ്ലി അത് വർക്ക് ഡൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ സിസ്റ്റം എക്സ്പാൻസ് ബൈ അബ്സോർബിങ് ഹീറ്റ് എനർജി ആയിരിക്കും. അതായത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. പിന്നെ അതൊരു സ്ലോ പ്രോസസ് ആണ്. കാരണം അതിന് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സറൗണ്ടിങ്ങിൽ നിന്ന് അത് എനർജി അബ്സോർബ് ചെയ്തിട്ട് വേണം. അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT ആണ്. അപ്പൊ അതിന് നമുക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാക്കിയിട്ട് എഴുതാം? PV is equal to constant എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇവിടുത്തെ വർക്ക് ഡണ്ണിനെ nRT into natural log V2 by V1 എന്ന് എഴുതാം. ഓർ W is equal to 2.303 nRT into log V2 by V1 എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് അഡയാബാറ്റിക് പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ വർക്ക് ഡൺ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നുള്ള കാര്യം കൂടി പഠിച്ചിരുന്നു. ഇപ്പൊ പഠിച്ച അതേ സ്റ്റെപ്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഡ്യൂറിങ് അഡയാബാറ്റിക് പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു അഡയാബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ വർക്ക് ഡൺ കാണണമെന്നുണ്ടെങ്കിൽ, ചെറിയ വർക്ക് ഡൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? dW വിൽ ബി ഈക്വൽ ടു PdV ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഐഡിയൽ, അതായത് അഡയാബാറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോൺസ്റ്റന്റ് ഏതാ വരുന്നത്? അതായത് സ്റ്റേറ്റ്, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്താണ് വരുന്നത്? PV raised to gamma is equal to K എന്നുള്ളതാണ് വരിക അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് P കാണാമല്ലോ. P എങ്ങനെ കാണാം? K by V raised to gamma. ഇനി ആ V raised to by V raised to gamma എന്നുള്ളതിനെ മാറ്റിയിട്ട് P is equal to K into V raised to minus gamma എന്ന് എഴുതാം. ഓക്കെ, അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് പിയുടെ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? W is equal to K കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഇന്റഗ്രലിന് പുറത്ത് എഴുതാം. ദെൻ ഇന്റഗ്രൽ V1 to V2 V raised to minus gamma dV എന്ന് എഴുതാം. ഇനി അതിനെ, അതായത് V raised to minus ഗാമേനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ V raised to minus X-നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെങ്കിൽ X raised to n plus 1 by n plus 1 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? V raised to minus ഗാമയാണ്. അപ്പൊ എങ്ങനെ എഴുതാം? V raised to minus gamma plus 1 divided by minus gamma plus 1 within the limit V1 to V2 എന്ന് എഴുതാം. ഇനി കോൺസ്റ്റൻസിനെ ഒന്ന് പുറത്തേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? K by 1 minus gamma. ഈ മൈനസ് ഗാമ പ്ലസ് 1നെ 1 മൈനസ് ഗാമ എന്ന് എഴുതിയേ ഉള്ളൂ. ഇനി അതിനകത്ത്, അതായത് V raised to മൈനസ് ഗാമ പ്ലസ് 1 ഉള്ള ഇനിയും എന്ത് എഴുതാം? 1 മൈനസ് ഗാമ എന്ന് എഴുതാലോ. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായിട്ട് വരും? അതായത് W is equal to K by 1 മൈനസ് ഗാമ into V2 raised to 1 മൈനസ് ഗാമ മൈനസ് V1 raised to 1 മൈനസ് ഗാമ എന്ന് വരും. ഇനി അടുത്ത് ചെയ്യുന്നത് നമ്മൾ K ഉള്ളിലേക്ക് എടുക്കുകയാണ്. അതായത് 1 by 1 മൈനസ് ഗാമ മാത്രം പുറത്ത് നിർത്തിയിട്ട് K പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? K by V2 raised to gamma minus 1 minus K by V2 raised to gamma minus V1 raised to gamma minus 1. ഇവിടെ V1 ആണ് വരിക. V1 raised to gamma minus 1 എന്ന് എഴുതി. അതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. K ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ മുകളിലുള്ള ഇക്വേഷനകത്ത് Kക്ക് പകരം, അതായത് K is equal to ഇവിടെ എന്താ തന്നിട്ടുള്ളത്? P1 V1 raised to gamma ഉണ്ട്, P2 V2 raised to gamma ഉണ്ട് അല്ലെ. അപ്പൊ V2ന് കറസ്പോണ്ടിങ് ആയിട്ട് ടേമിന് എന്ത് കൊടുക്കാം? P2 V2 raised to gamma എന്ന് കൊടുക്കാം. V1ന് കറസ്പോണ്ടിങ് വരുന്നതിന് P1 V1 raised to gamma എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായി മാറും ഇക്വേഷൻ? W is equal to 1 by 1 minus gamma into Kക്ക് പകരം P2 V2 raised to gamma divided by V2 raised to gamma minus 1. അത് ചേഞ്ചസ് ഒന്നും ഇല്ല, അതേപോലെ എഴുതിയിട്ടുണ്ട്. മൈനസ് K ക്ക് പകരം എന്താ എഴുതാം? P1 V1 raised to gamma divided by V1 raised to gamma minus 1. അപ്പൊ അത് കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ K എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണ്. അതായത് P1 V1 raised to ഗാമയും P2 V2 raised to ഗാമയും Kക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ ഡിവൈഡ് ബൈ V2 ആണ്, ഡിനോമിനേറ്ററിൽ V2 വന്നതുകൊണ്ട് അതിന് P2 V2 raised to gamma എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്തത് കേസിൽ മൈനസ് എന്താണ്? V1 ഗാമ raised to 1 ആണ് ഡിനോമിനേറ്ററിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ന്യൂമറേറ്ററിലെ P2
സോറി P1 V1 റേസ് ടു ഗാമ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇനി അതിനകത്ത് കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്ന എന്താണ് 1/1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1 എന്ന് കിട്ടും അല്ലെ. ബാക്കിയുള്ളത് ഗാമയുടെ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. സോ P1 W is equal to 1/1 minus gamma into P2 V2 minus P1 V1 എന്ന് എഴുതാം. ഇനി നമുക്കറിയാം P2 V2 എന്ന് പറയുന്നത് mu R2 ഈക്വൽ ആണ്. അതേപോലെ തന്നെ P1 V1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? mu R1 ഈക്വൽ ആണ്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനകത്ത് mu ആറും കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ അതിനൊന്ന് ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ എന്ത് വരും? mu R എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ പുറത്തെടുത്തിട്ടുണ്ട് ബൈ 1 മൈനസ് ഗാമ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. വിത്തിൻ ദ ബ്രാക്കറ്റ് അപ്പൊ എന്ത് വരും? T2 മൈനസ് T1. ഇനി മുകളിൽ ഇക്വേഷൻ വരെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. താഴത്തെ ലാസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതിക്കോളാൻ നിർബന്ധമില്ല. ഓർമ്മ ഉള്ളവർ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതായത് W is equal to 1/1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1 എന്ന് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതായത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതർവൈസ് എന്ത് ചെയ്യാം? ഈ P1 V1നും P2 V2നും ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായി മാറും? W is equal to mu R by 1 മൈനസ് ഗാമ ഇൻറ്റു T2 മൈനസ് T1. ഇത്രയാണ് വർക്ക് ഡൺ by an ideal gas during an adiabatic process. അപ്പൊ രണ്ട് പ്രോസസ്സിനും ഉണ്ടാവുന്ന വർക്ക് ഡൺ മാത്രമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക. വളരെ ഈസിയാണ്. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതേ രീതിയിൽ തന്നെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. പിന്നെ അതേപോലെ തന്നെ അഡയബാറ്റിക് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അവിടെ എന്താണ് പ്രത്യേകത? അതായത് നോ ഹീറ്റ് ചേഞ്ച് ഓർ നോ ഹീറ്റ് എക്സ്ചേഞ്ച് വിൽ ബി ദർ ഇൻ ആൻ അഡയബാറ്റിക് പ്രോസസ്. അതായത് സിസ്റ്റം എന്ത് ചെയ്യില്ല? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യില്ല, അതേപോലെ തന്നെ ലിബറേറ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ Q 0 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ലോ എന്തായിട്ട് മാറും? ഡെൽറ്റ Q വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V ആണ്. അതായത് ഡെൽറ്റ Q 0 എന്ന് പറഞ്ഞാൽ 0 വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V ആണ്. ഓർ P ഡെൽറ്റ V ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ U എന്ന് എഴുതാം. ഓർ W വിൽ ബി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ U എന്നുള്ളതാണ് അഡയബാറ്റിക് കേസിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻസ് ഒന്നും അറിഞ്ഞിരിക്കാൻ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലോയിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഡെൽറ്റ Q is equal to ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V എന്ന് പറയുന്ന ഒരൊറ്റ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നാൽ നമുക്ക് എല്ലാ പ്രോസസ്സസിന്റെയും കേസിൽ എന്താണ് ഇക്വേഷൻ വരിക എന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ അഡയബാറ്റിക് എന്ന് പറയുമ്പോൾ നോ ഹീറ്റ് ചേഞ്ച് ആണ്, ഡെൽറ്റ Q 0 ആണ്. സോ ഡെൽറ്റ U വിൽ ബി ഈക്വൽ ടു മൈനസ് P ഡെൽറ്റ V ഓർ W വിൽ ബി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ U എന്ന് എഴുതാം. ഇനി ഇന്റേണൽ, അതായത് ഇപ്പൊ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഗാമ, അതായത് P V raised to gamma is equal to constant എന്നുള്ളതാണ് അവിടുത്തെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഗാമ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? CP ബൈ CV ക്ക് ഈക്വൽ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഫൈനൽ ഇക്വേഷൻ ഇപ്പൊ കണ്ടത് വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ, അതായത് mu R by 1 minus gamma into T2 minus T1 or W is equal to 1/1 minus gamma into P2 V2 minus P1 V1. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയുമാണ് അഡയബാറ്റിക് പ്രോസസ്സിനകത്ത് നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് ഐസോകോറിക് ആണ്. അപ്പൊ ഐസോകോറിക് ബാക്കിയുള്ള പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ വർക്ക് ഡൺ ഇൻ എൻ ഐസോകോറിക് പ്രോസസ് എന്താണ്? 0 ആണ്. ഓക്കെ, ഐസോകോറിക് പ്രോസസ്സിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ഇനി വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ എൻ ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ്സിന്റെ കേസിൽ പ്രഷർ ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ഫസ്റ്റ് ലോ എന്തായിട്ട് മാറും? ഡെൽറ്റ W വിൽ ബി ഈക്വൽ ടു P ഡെൽറ്റ V ആണ് അല്ലെ. സോ W ഇസ് ഈക്വൽ ടു P ഇൻറ്റു, അവിടെ വർക്ക് ഡൺ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ ഡെൽറ്റ Q ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V തന്നെയാണ്. ഓക്കെ, അപ്പോഴത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് P ഡെൽറ്റ V ക്ക് ഈക്വൽ ആണ്. അതായത് P ഇൻറ്റു V2 മൈനസ് V1 ആണ്. കാരണം അവിടെ പ്രഷർ ആണ് കോൺസ്റ്റന്റ്, 0 അല്ല വരുന്നത്. പ്രഷർ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. W ഇസ് ഈക്വൽ ടു P ഇൻറ്റു V2 മൈനസ് V1 എന്നുള്ളതാണ് അവിടുത്തെ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ എൻ ഐസോബാറിക് പ്രോസസ്. അപ്പൊ ഈ പ്രോസസ്സസ് അതിന്റെ ആ കോളം കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക. Now we can move to the next question. വാട്ട് ഈസ് എ സൈക്ലിക് പ്രോസസ്? എന്താണ് ഒരു സൈക്ലിക് പ്രോസസ്? അപ്പൊ ഇത് ലാസ്റ്റ് തെർമോഡൈനാമിക് പ്രോസസ് ആണ്. ബാക്കി എല്ലാ പ്രോസസ്സും നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ എന്താണ് ഒരു സൈക്ലിക് പ്രോസസ്? അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ഒരു സൈക്ലിക് പ്രോസസ്സിന്റെ കേസിൽ സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു സിസ്റ്റം ഡിഫറെന്റ് സ്റ്റേജസിലൂടെ കടന്നു പോയാലും അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേറ്റ്സിലൂടെ കടന്നുപോയി, ഇപ്പോൾ
P1 V1 T1 എന്ന് പറയുന്നതാണ് ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന അതിന്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക. അത് അടുത്തത് P2 V2 T2 എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി. ദെൻ P3 V3 T3 എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി. ഫൈനലി ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ടു P1 V1 T1, അതായത് എത്ര സ്റ്റേറ്റിലൂടെ കടന്നു പോയി എന്നുള്ളത് ഒരു പ്രശ്നമല്ല. പക്ഷെ ഫൈനലി എന്ത് ചെയ്യണം, അത് അതിന്റെ സെയിം സ്റ്റേറ്റ്, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. അങ്ങനത്തെ പ്രോസസ്സിനെയാണ് നമ്മൾ സൈക്ലിക് എന്ന് പറയുന്നത്, സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. അതൊരു സൈക്ലിക് പ്രോസസ് പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇൻ എ സൈക്ലിക് പ്രോസസ് സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. Since internal energy is a state variable, delta U is equal to 0 for a cyclic process. അതായത് ഇവിടെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്, ഡെൽറ്റ യു is equal to 0 ആണ് ഒരു സൈക്ലിക് പ്രോസസിന്റെ കേസിൽ. അപ്പോൾ ഡെൽറ്റ യു 0 ആയതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു ആണ്. അപ്പൊ ഡെൽറ്റ യു 0 ആയതുകൊണ്ട് ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു ആയിരിക്കും. അതായത് ടോട്ടൽ അബ്സോർബ്ഡ് ഹീറ്റ് വിൽ ബി ദ വർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് a cyclic process we can say that the system returns to its initial state ആണ്. അതായത് internal energy is a state variable ആണ്. അപ്പോൾ ഡെൽറ്റ യു is equal to 0 for a cyclic process. ഇത്രയുമാണ് തെർമോഡൈനാമിക് പ്രോസസ്സസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is state Kelvin Planck statement of second law of thermodynamics. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഹീറ്റ് എഞ്ചിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് സെക്കൻഡ് ലോ, അതായത് തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് സെക്കൻഡ് ലോക്ക് ഉള്ളത്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും അടുത്തത് ക്ലോഷി സ്റ്റേറ്റ്മെന്റും ആണുള്ളത്. അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഹീറ്റ് എഞ്ചിൻ ഡിലീറ്റഡ് പോർഷൻ ആയതുകൊണ്ട് അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ള കാര്യം മാത്രം ഒന്ന് പഠിച്ചിരിക്കാം. ഇനി സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ ആൻഡ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ദ ഹീറ്റ് ഇൻ ടു വർക്ക് ആണ്. അതായത് ഒരു പ്രോസസ്സിനകത്തും എന്ത് പോസിബിൾ അല്ല, അതായത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുക, അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, വർക്ക് ആയിട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്തിനും കഴിയില്ല, ഒരു എഞ്ചിനും കഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അതായത് നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ. അതായത് ഒരു റിസർവോയറിൽ നിന്ന് ഹീറ്റ് മുഴുവനായിട്ട് എന്ത് ചെയ്യാണ്, അബ്സോർബ് ചെയ്തുകൊണ്ട് ആൻഡ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ദ ഹീറ്റ് ഇൻ ടു വർക്ക്. അതായത് ആ വർക്കിന് ഹീറ്റ് എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് എന്താക്കി മാറ്റാൻ കഴിയില്ല, വർക്ക് ആക്കിയിട്ട് മാറ്റാൻ കഴിയില്ല. അതായത് 100% എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ അല്ല എന്നുള്ളതാണ് സെക്കൻഡ് ലോയിൽ, അതായത് കെൽവിൻ പ്ലാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ ആൻഡ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ദ ഹീറ്റ് ഇൻ ടു വർക്ക്. അതായത് കുറെ വേസ്റ്റേജ് ഓഫ് എനർജി അവിടെ ഉണ്ടാവും അല്ലെ, അതുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് 100% എഫിഷ്യൻസി പോസിബിൾ അല്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്ലോഷി സ്റ്റേറ്റ്മെന്റ്, അതായത് സെക്കൻഡ് ലോയുടെ തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലോഷി സ്റ്റേറ്റ്മെന്റ്. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡർ ഒബ്ജക്ട് ടു എ ഹോട്ടർ ഒബ്ജക്ട് എന്നുള്ളതാണ്. അതായത് റെഫ്രിജറേറ്ററിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് തന്നിട്ടുള്ളത്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് ക്ലോഷി സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. ഇതും സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ എന്താ പറയുന്നത്, നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡർ ഒബ്ജക്ട് ടു എ ഹോട്ടർ ഒബ്ജക്ട്. നമുക്കറിയാം ഒരു കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അല്ലെ. എപ്പോഴും ഹീറ്റ് എനർജി കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് colder object to hotter object is not possible. അതാണ് ക്ലോഷി സ്റ്റേറ്റ്മെന്റിൽ the process is no process is possible whose sole result is the transfer of heat from a colder object to a hotter object എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്? എന്താണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്? നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഒരു തെർമോഡൈനാമിക് പ്രോസസ് എടുത്താൽ ഇഫ് ദ പ്രോസസ് ക്യാൻ ബി turned back such that both the system and surroundings return to their original states with no other change anywhere in the universe. അതായത് ഒരു തെർമോഡൈനാമിക് പ്രോസസ് എടുത്തു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു കം ബാക്ക് ടു ദ ഒറിജിനൽ സ്റ്റേറ്റ്, അതായത് അതിന്റെ സിസ്റ്റവും സറൗണ്ടിങ്ങും റിട്ടേൺ ചെയ്തിട്ട് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുക. ഇപ്പൊ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വാസിസ്റ്റാറ്റിക് ഐസോതെർമൽ എക്സ്പാൻഷൻ. ക്വാസിസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഇൻഫിനിറ്റ്സിമലി സ്മോൾ ആണ് എന്ന് പറഞ്ഞു അല്ലെ. അത് രണ്ടും എപ്പോഴും എന്തായിരിക്കും, ഒരു ഐസോതെർമൽ അല്ലെങ്കിൽ
മെക്കാനിക്കൽ തെർമൽ ഓർ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന പ്രോസസ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ക്വാസിസ്റ്റാറ്റിക് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇൻ എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ ഫ്രിക്ഷൻലെസ് മൂവബിൾ പിസ്റ്റൺ ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്. അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. നമ്മളൊരു ഗ്യാസ് സിലിണ്ടറിനകത്ത് ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ, അതായത് ഐഡിയൽ ഗ്യാസിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വി ഹാവ് വാട്ട് ഈസ് എൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. എന്താണ് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്? അപ്പൊ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഒരു തെർമോഡൈനാമിക് പ്രോസസ് ഈസ് ഇറിവേഴ്സിബിൾ ഇഫ് ദ പ്രോസസ് cannot be turned back such that both the system and surroundings return to their original states with no other change anywhere in the universe. നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ഇനി സ്പോണ്ടേനിയസ് പ്രോസസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇറിവേഴ്സിബിൾ ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്താണ്, ഇറിവേഴ്സിബിൾ ആണ്. അതുപോലെ കമ്പഷൻ റിയാക്ഷൻ ഓഫ് എ മിക്സ്ചർ ഓഫ് പെട്രോൾ ആൻഡ് എയർ ഇഗ്നൈറ്റഡ് ബൈ എ സ്പാർക്ക്. അതായത് ഇപ്പൊ പെട്രോൾ കത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതേപോലെ കുക്കിംഗ് ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ ഫ്രം എ സിലിണ്ടർ ഇൻ ദ കിച്ചൺ ഡിഫ്യൂസസ് ടു ദ എൻറ്റയർ റൂം. അതെന്ത് ചെയ്യും, എല്ലാ ഭാഗത്തും ഒരുപോലെ ഡിഫ്യൂസ് ചെയ്യാണ് ചെയ്യുക അല്ലെ. ആ ഡിഫ്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് നോട്ട് സ്പോണ്ടേനിയസ്ലി റിവേഴ്സ് ആൻഡ് ബ്രിങ് ദ ഗ്യാസ് ബാക്ക് ടു ദ സിലിണ്ടർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് തിരിച്ചു വീണ്ടും ഗ്യാസ് സിലിണ്ടറിലേക്ക് ഫിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇഷ്ടംപോലെ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഓഫ് ദി കാർനോട്ട് എഞ്ചിൻ. അതായത് ഒരു കാർനോട്ട് എഞ്ചിന്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണ്, ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഈസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ PV ഡയഗ്രാം ഫോർ എ കാർനോട്ട് സൈക്കിൾ. ഓൾസോ റൈറ്റ് ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ എ കാർനോട്ട് സൈക്കിൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് PV ഡയഗ്രാം ഓഫ് എ കാർനോട്ട് സൈക്കിൾ, അല്ലെങ്കിൽ ഒരു കാർനോട്ട് സൈക്കിൾ വരയ്ക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരു ഗ്രാഫാണ് ഇവിടെ വരയ്ക്കാനുള്ളത്. വോളിയവും അതുപോലെ തന്നെ പ്രഷറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. അപ്പൊ അതിന്റെ പ്രോസസ്സസ് ഏതൊക്കെയാണെന്നുള്ളത് 4 പ്രോസസ്സാണ് വരുന്നത്. അത് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മൾ ഇവിടെ എടുക്കുന്ന ഗ്രാഫ്, അതായത് വോളിയം ഈസ് ടേക്കിംഗ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് പ്രഷർ എല്ലാം വൈ ആക്സിസ് ആണ്. ഇനി ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അതായത് P1 V1 T1 എന്ന് പറയുന്ന കേസിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. അതിനുശേഷം കിട്ടുന്ന പോയിന്റ് ഏതാണ്, അതായത് P2 V2 T1 ആയി മാറും. കാരണം എന്താണ്, ഐസോതെർമലി ആണ് അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പൊ ഫസ്റ്റ് എക്സ്പാൻഷൻ നടന്നു കഴിയുമ്പോൾ P2 V2 T1 ആയി മാറി. അടുത്ത പ്രോസസ് ഏതാണ്, അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അഡയബാറ്റിക് ആണ്. അപ്പൊ അവിടെ വരുന്ന മാറ്റം എന്തായിരിക്കും, എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ P2 V2 T2 എന്നുള്ളത് എന്തായി മാറി, P3 V3 T2 ആയിട്ട് മാറി. ഓക്കെ, T1 ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് T2 ആയിട്ട് മാറി. അടുത്ത കേസിൽ ഐസോതെർമൽ കംപ്രഷൻ ആണ് വരുന്നത്. അപ്പൊ കംപ്രഷൻ നടക്കുന്ന സമയത്ത് ഐസോതെർമൽ ആണ്, P4 V4 ആൻഡ് T2 ആണ് വരുന്നത് അല്ലെ. ലാസ്റ്റ് പ്രോസസ് ഏതാണ്, അഡയബാറ്റിക് കംപ്രഷൻ ആണ്. അപ്പൊ വീണ്ടും അവിടെ കംപ്രഷൻ ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു P1 V1 T1. അതൊരു സൈക്കിൾ ആയതുകൊണ്ട് അങ്ങനെ അത് റിപ്പീറ്റഡ് ആയിട്ട് പോകും. ഓക്കെ, സോ ദാറ്റ് ആർ ദ 4 പ്രോസസ്സസ്. ഏതൊക്കെയാണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡയബാറ്റിക് കംപ്രഷൻ. Now we have to write the expression for efficiency of Carnot engine. എങ്ങനെയാണ് കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി വരുന്നത്, ഈറ്റ is equal to Q1 minus Q2 by Q1 ആണ്. ഓർ ഈറ്റ can be written as 1 minus Q2 by Q1 എന്ന് എഴുതാം. ഇനി ഈറ്റ is equal to ടെമ്പറേച്ചറിന്റെ ടേംസിലാവുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, T1 minus T2 by T1 ആണ്. ഓർ ഈറ്റ is equal to 1 minus T2 by T1 ആണ്. അപ്പോൾ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എങ്ങനെ പറയാം, ഈറ്റ is equal to 1 minus T2 by T1 എന്ന് പറയാം. Now we can move to the last question of thermodynamics. The question is obtain the expression for work done in a Carnot cycle. എങ്ങനെയാണ് ഒരു കാർനോട്ട് സൈക്കിളിലെ വർക്ക് ഡൺ എന്നുള്ള എക്സ്പ്രഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആൻസർ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെ ഒന്ന് ജസ്റ്റ് ഇക്വേഷൻസ് എടുത്ത് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരുന്നു പ്രോസസ് നടക്കുന്നത്, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് അല്ലെ. അതായത് P1 V1 T1 ടു P2 V2 T1 ആണ് ചേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ ആ കേസിൽ, അതായത് ഒരു ഐസോതെർമൽ എക്സ്പാൻഷന്റെ കേസിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ കാണാൻ എന്ത് ചെയ്താൽ മതി,
that will be equal to mu r T1 into natural log V2 by V1 ആണ്. അതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ അല്ലെ. നമ്മൾ ഓൾറെഡി വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തതാണ്. അപ്പൊ എങ്ങനെ എഴുതാം? W is equal to mu r T1 into natural log V2 by V1 ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആയിരുന്നു. അതായത് ഫ്രം P2 V2 T1 to P3 V3 T2 ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡയാബാറ്റിക് എക്സ്പാൻഷന്റെ കേസിൽ, അഡയാബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ എങ്ങനെയാണ് കാണുന്നത്? mu r by gamma minus 1 into T1 minus T2 ആണ്. ഇവിടെ ടെമ്പറേച്ചേഴ്സിന് മാത്രം വാല്യൂസ് കൊടുത്താൽ മതി. T1 minus T2 ആണ്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് കേസിൽ എന്തായിരുന്നു സംഭവിച്ചത്? ഐസോതെർമൽ കംപ്രഷൻ ആണ്. അതായത് P3 V3 T2 to P4 V4 T2 ആണ്. ഐസോതെർമൽ ആയതുകൊണ്ടാണ് വീണ്ടും ടെമ്പറേച്ചറിന് മാറ്റം വരാത്തത്. അപ്പൊ സെയിം അത് കംപ്രഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? മൈനസ് എടുക്കാം. mu r T2 into മൈനസ് mu r T2 into നാച്ചുറൽ ലോഗ് V3 by V4 എന്ന് എഴുതാം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അഡയാബാറ്റിക് കംപ്രഷൻ ആണ് ഓഫ് ദ ഗ്യാസ് ഫ്രം P4 V4 T2 to P1 V1 T1 ആണ്. അതിനെങ്ങനെ എഴുതാം? W4 അതായത് മൈനസ് mu r by ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2. അപ്പൊ നമ്മൾ ഓൾറെഡി വർക്ക് ഡണ്ണിനുള്ള ഇക്വേഷൻസ് പഠിച്ചു വെച്ചതാണ്. അതിനകത്ത് ഈ വാല്യൂസ് മാത്രം, അതായത് V1 V2 അങ്ങനെയുള്ള വാല്യൂസ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ കാർനോട്ട് സൈക്കിളിൽ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതൊന്ന് വെച്ച് എഴുതിയിട്ട് ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ കാണാം? ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. സോ വാട്ട് വി വിൽ ഗെറ്റ്? ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ. So W will be equal to W1 plus W2 plus W3 plus W4 ആണ് അല്ലെ. സോ ആ ഇക്വേഷൻസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും? W is equal to mu r T1 natural log V2 by V1 plus mu r by gamma minus 1 into T1 minus T2 minus mu r T2 into natural log V3 by V4 minus mu r by gamma minus 1 into T1 minus T2. So that is equal to W is equal to mu r T1 into natural log V2 by V1 minus mu r T2 into natural log V1 by V4 എന്ന് കിട്ടും. Okay, so that is the work done in the case of a Carnot cycle. നമ്മള് വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ന് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത ചാപ്റ്റർ വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.